പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഒരാളുടെ ജീവിതത്തെ എത്ര സ്വാധീനിക്കുന്നു എന്നുള്ളൊരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടെ. നമുക്കിപ്പോൾ ആഗ്രഹമുള്ള ഒരു സാധനം, ഒരു നല്ല കാറ് അല്ലെങ്കിൽ ഒരു നല്ല വീട് നമുക്കില്ല, പക്ഷേ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പറമ്പൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കണ്ടിട്ട് അതിൻ്റെ വില ചോദിച്ചപ്പോൾ നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള പണത്തേക്കാൾ കൂടുതലാണ് അതിനെങ്കിൽ ഉടനെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ഐ കാണ്ട് അഫോർഡ് ഇറ്റ്, എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ടൊന്നും അത് വാങ്ങാൻ പറ്റൂല എന്നാണ് അത് പറയാം. സത്യത്തിൽ നിങ്ങൾ അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടൂല എന്നുള്ളതാണ്. പകരം ആ ഒരു സംസാരവും ആ ചിന്തയും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ആഗ്രഹമുള്ള, നേരത്തെ പറഞ്ഞ ഒരു നല്ല കാറ്, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാറ് വലിയ വിലയുടേതായിക്കോട്ടെ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറയുന്നതിന് പകരം നേരെ തിരിച്ച് ഇതെനിക്ക് ആഗ്രഹമുണ്ട്, ഇതിപ്പോൾ എങ്ങനെ വാങ്ങാൻ പറ്റും? ജസ്റ്റ് ചിന്ത ഒന്ന് മാറ്റി നോക്കുക നിങ്ങൾ, എനിക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും? ആ ഒരൊറ്റ ചിന്ത വരുമ്പോൾ, ആ ഒരു ചോദ്യം വരുമ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ ഉള്ളിൽ വരുന്നുള്ള. അതിന് ബിസിനസ് തുടങ്ങണം, അതിന് ക്യാഷ് ഉണ്ടാക്കണം, അതിന് ജോലി ചെയ്യണം, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ആദ്യത്തെ ചിന്തയാണ് എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ എങ്ങനെ വാങ്ങാനാണ്, എന്നെക്കൊണ്ട് താങ്ങൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും സബ് കോൺഷ്യസും പറയുന്നത് എന്നെക്കൊണ്ട് പറ്റൂല എന്നുള്ളത് തന്നെയാണ്. പകരം ജസ്റ്റ് ഒന്ന് മാറ്റി ചിന്തിക്കുക, ഇതെങ്ങനെ എനിക്ക് വാങ്ങാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കുക. ഒരു പോസിറ്റീവ് ചിന്തയും ഒരു നെഗറ്റീവ് ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ ഫോൺ പോലെ, നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയുടെ ഫോണുള്ളത്, 50,000-ൻ്റെ 1,00,000-ൻ്റെ ഫോൺ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അയ്യോ എന്നെക്കൊണ്ട് അത് താങ്ങൂല എന്ന് പറയുന്നതിന് പകരം ഞാനതെങ്ങനെ വാങ്ങും എന്ന് മാത്രം ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്കത് വാങ്ങാനുള്ള വഴികൾ തെളിയുന്നുള്ളതാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്.